ഹായ്, എല്ലാവർക്കും ജംഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കുട്ടനാടൻ ബീഫ് ഫ്രൈ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത്. ചോറിൻ്റെ കൂടെയോ പത്തിരി, പൊറോട്ട അങ്ങനെ എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുകയാണ്. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്ന കേട്ടോ നല്ലത്. അപ്പോഴാണ് ഈ ബീഫ് ഫ്രൈൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് വരുന്നത്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് സവാള ചേർക്കാം. ഞാനിവിടെ ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇപ്പം നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം ചതച്ചത് ചേർക്കാം. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 1 ചേർത്തത്. നിങ്ങളുടെ കയ്യിലുള്ള മുളക് അനുസരിച്ച് എണ്ണ മാറ്റാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് ചെറിയ തീയിലിട്ട് പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ പൊടി എടുത്താലും മതി. സാധാരണ മുളക് പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്രയും വേണ്ട. ഈ പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടെ ചേർക്കാം. ഈ തക്കാളി നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ കണ്ടല്ലോ, തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം അല്പം വെള്ളവും ചേർത്ത് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതാ ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ആ ബീഫിലേക്ക് അരച്ച ആ കൂട്ട് ചേർത്ത് കൊടുക്കാം. എല്ലൊക്കെ ഉള്ള ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. വെള്ളം തീരെ ചേർക്കാതെ വേണമെങ്കിലും ബീഫ് വേവിച്ചെടുക്കാം. എനിക്കൊരു പേടിയാണ്, ഞാൻ എപ്പം ബീഫ് വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കും. മീഡിയം ഫ്ലെയിമിൽ ഒരു 6 വിസിലായപ്പോഴേക്ക് ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്ത് ആ സെയിം പാൻ തന്നെ അടുപ്പിലേക്ക് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട, പക്ഷേ കുറച്ച് ചേർക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 20 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർക്കാം. അതുപോലെ തന്നെ ഒരു പച്ചമുളകും 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തത് കൂടി ചേർക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളം തീരെ ചേർക്കാതെ ബീഫ് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വെള്ളം വരില്ല. എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം എപ്പോഴും ചേർക്കും, എന്നിട്ടേ ബീഫ് വേവിക്കാറുള്ളൂ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ചെറുതായി ഇതൊന്ന് വറ്റി വരുന്ന സമയത്ത് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് കുറച്ചുകൂടെ കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. ഈ സമയത്ത് അതുപോലെ ഞാൻ തീ കൂട്ടി വെച്ചിട്ടാണ് ഇത് വറ്റിച്ചെടുക്കുന്നത്. നമ്മുടെ കിഡിലൻ ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് സമയം കൂടെ വേണമെങ്കിൽ ഇത് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ കുറച്ചുകൂടെ ഡാർക്കായി വരും. ഞാനിപ്പോൾ അധികം ഡ്രൈ ആക്കി എടുക്കുന്നില്ല, കുറച്ച് ഗ്രേവി ആവശ്യമുള്ളതുകൊണ്ട് ഈ ഒരു സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഈ ബീഫ് ഫ്രൈ ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തുമാവട്ടെ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് എങ്കിലും ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.